നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാവ് ഇറ്റ് മെയ്ഡ് അല്ലെങ്കിൽ ഹാസ് ഇറ്റ് മെയ്ഡ് എന്നുള്ള എക്സ്പ്രഷനെ പറ്റിയാണ്. ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ആശയം എന്താണെന്ന് നമുക്ക് നോക്കാം. ഹാവ് ഇറ്റ് മെയ്ഡ് അല്ലെങ്കിൽ ഹാസ് ഇറ്റ് മെയ്ഡ് എന്നുള്ള എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ, അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്വപ്നങ്ങളൊക്കെ നേടുകയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ജോലികളൊക്കെ നമ്മൾ നേടുകയാണെങ്കിലോ നമ്മളെ നോക്കി മറ്റുള്ളവർ പറയുവാൻ ചാൻസ് ഉണ്ട് യു ഹാവ് ഇറ്റ് മെയ്ഡ് എന്ന്. അതായത് അതിൻ്റെ ആശയം നിങ്ങൾ വളരെ സക്സസ്ഫുള്ളാണ് എന്നാണ് അതിൻ്റെ ആശയം. അപ്പോൾ ഹാവ് ഇറ്റ് മെയ്ഡിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഹാവും ഹാസും മാറുന്നത് സബ്ജക്റ്റിനനുസരിച്ചാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഹീയും ഷീയും വരുമ്പോഴാണ് ഹാസ് യൂസ് ചെയ്യുന്നത്. ദേയെ യുവ് വിയെ ഐയെ വരുമ്പോഴാണ് ഹാവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഉള്ളത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഹാവ് ഇറ്റ് മെയ്ഡ് അല്ലെങ്കിൽ ഹാസ് ഇറ്റ് മെയ്ഡിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്കിനിയും കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസോട്ട് പോകാം. ഒന്നാമത്, നൈസ് ഹൗസ് ദാറ്റ് ഗേ ഹാസ് ഇറ്റ് മെയ്ഡ്. അതായത് ഒരാൾ വേറൊരാളുടെ വീട് കണ്ടിട്ട് പറയുകയാണ്, അതായത് അദ്ദേഹത്തിൻ്റെ വീട് വളരെ മനോഹരമായിട്ടാണ് പണിഞ്ഞിരിക്കുന്നത്, വളരെ ബംഗ്ലാവ് പോലെ വളരെ മനോഹരമായിട്ടാണ് പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വേറൊരു വ്യക്തി പുറത്തു നിന്ന് പറയുകയാണ്, നൈസ് ഹൗസ്, വളരെ മനോഹരമായ വീട്, ദാറ്റ് ഗേ ഹാസ് ഇറ്റ് മെയ്ഡ്, ആ വ്യക്തി ഭാഗ്യശാലിയാണ്, സക്സസ്ഫുള്ളാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഹാസ് ഇറ്റ് മെയ്ഡ് അല്ലെങ്കിൽ ഹാവ് ഇറ്റ് മെയ്ഡിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. നൈസ് ഹൗസ്, ഗുഡ് ജോബ്, ലവ്ലി ഫാമിലി, യു ഗോട്ട് ഇറ്റ് മെയ്ഡ്. നിനക്ക് നല്ല ഹൗസുണ്ട്, നല്ല ജോലിയുണ്ട്, ലവ്ലി ഫാമിലി ഉണ്ട്, യു ഗോട്ട് ഇറ്റ് മെയ്ഡ്, നിങ്ങൾ സക്സസ്ഫുള്ളാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, യു ഗോട്ട് ഇറ്റ് മെയ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിൻ്റെ ആശയം യു ഹാവ് ഇറ്റ് മെയ്ഡ് എന്ന് തന്നെയാണ്. പക്ഷേ നേറ്റീവ് സ്പീക്കേഴ്സ് ഹാവ് ഇറ്റ് മെയ്ഡ് അല്ലെങ്കിൽ ഹാസ് ഇറ്റ് മെയ്ഡ് ചേർത്ത് പറയാതെ ഹാവ് ഗോട്ട് ഇറ്റ് മെയ്ഡ് അല്ലെങ്കിൽ ഹാസ് ഗോട്ട് ഇറ്റ് മെയ്ഡ് എന്ന് ചേർത്തായിരിക്കും പറയാറുള്ളത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതുകൊണ്ടാണ് അവിടെ യു ഗോട്ട് ഇറ്റ് മെയ്ഡ് എന്ന് എഴുതിയിരിക്കുന്നത്. യു അപ്പോസ്ട്രഫി വി എന്നുള്ളത് ഹാവ് ആണ്, ഓർക്കുക. യു ഗോട്ട് ഇറ്റ് മെയ്ഡ് എന്നായിരിക്കും നേറ്റീവ് സ്പീക്കേഴ്സ് കൂടുതലായിട്ട് പറയുവാൻ ചാൻസ് ഉള്ളത്. അത് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഐ ഹാവ് എ ഗുഡ് ജോബ് ആൻഡ് എ നൈസ് ലിറ്റിൽ ഫാമിലി, ഐ ഹാവ് ഇറ്റ് മെയ്ഡ്. എനിക്ക് നല്ലൊരു ജോലിയും നല്ലൊരു ഫാമിലിയും ഉണ്ട്, ഐ ഹാവ് ഇറ്റ് മെയ്ഡ്, ഞാൻ വളരെ സക്സസ്ഫുള്ളാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഹീസ് റിയലി ഗോട്ട് ഇറ്റ് മെയ്ഡ്, അവൻ വളരെ സക്സസ്ഫുള്ളാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അവിടെ ഹീ അപ്പോസ്ട്രഫി എസ് ഇട്ടിരിക്കുന്നത് ഈസ് അല്ല ഹാസ് ആണ്, അത് ഓർക്കുക. ഹീസ് റിയലി ഗോട്ട് ഇറ്റ് മെയ്ഡ്, അദ്ദേഹം വളരെ സക്സസ്ഫുള്ളാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഇവിടെയും ഗോട്ട് ഇറ്റ് മെയ്ഡ് എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ റിയലി എന്ന് പറഞ്ഞ് വേർഡ് ആഡ് ചെയ്തിരിക്കുന്നത് വളരെ സക്സസ്ഫുള്ളാണ് എന്ന് എടുത്തു പറയുവാൻ വേണ്ടിയിട്ടാണ് അവിടെ റിയലി എന്ന് പറയുന്ന വേർഡ് ആഡ് ചെയ്തിരിക്കുന്നത്. അത്രേ ഉള്ളതിൻ്റെ വ്യത്യാസം. അപ്പോൾ ആ സെൻറ്റൻസ് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹാവ് ഇറ്റ് മെയ്ഡ് അല്ലെങ്കിൽ ഹാസ് ഇറ്റ് മെയ്ഡ് എന്തിനാണ് യൂസ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. വി ഹാവ് ഇറ്റ് മെയ്ഡ്, ഞങ്ങൾ സക്സസ്ഫുള്ളാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. യു ഹാവ് ഇറ്റ് മെയ്ഡ്, നിങ്ങൾ സക്സസ്ഫുള്ളാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ദേ ഹാവ് ഇറ്റ് മെയ്ഡ്, അവർ സക്സസ്ഫുള്ളാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഐ ഹാവ് ഇറ്റ് മെയ്ഡ്, ഞാൻ സക്സസ്ഫുള്ളാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഷീ ഹാസ് ഇറ്റ് മെയ്ഡ്, അവൾ സക്സസ്ഫുള്ളാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഹി ഹാസ് ഇറ്റ് മെയ്ഡ്, അവൻ സക്സസ്ഫുള്ളാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഇനി നമുക്ക് ഹാസ് ഇറ്റ് മെയ്ഡിനെ അല്ലെങ്കിൽ ഹാവ് ഇറ്റ് മെയ്ഡിനെ ഹാവ് ഗോട്ട് ഇറ്റ് മെയ്ഡ് എന്നും ഹാസ് ഗോട്ട് ഇറ്റ് മെയ്ഡ് എന്നും ചേർത്ത് സംസാരിക്കാം. സെയിം മീനിങ് ആണ്, സെയിം ടെൻസ് ആണ്, മീൻസ് പ്രസൻറ്റ് ടെൻസ് ആണ്. നമുക്ക് നോക്കാം. ഈ ഒരു രീതിയിലായിരിക്കും നേറ്റീവ് സ്പീക്കേഴ്സ് കൂടുതലായിട്ട് സംസാരിക്കുക. നമുക്ക് നോക്കാം. ഐ ഗോട്ട് ഇറ്റ് മെയ്ഡ്, ഞാൻ സക്സസ്ഫുള്ളാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. യു ഗോട്ട് ഇറ്റ് മെയ്ഡ്, നിങ്ങൾ സക്സസ്ഫുള്ളാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഹീസ് ഗോട്ട് ഇറ്റ് മെയ്ഡ്, അദ്ദേഹം സക്സസ്ഫുള്ളാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. അവിടെ ഹീസ് എന്നുള്ളത് ഹി ഹാസ് ആണ്, ഓർക്കുക. നെക്സ്റ്റ്, ഷീസ് ഗോട്ട് ഇറ്റ് മെയ്ഡ്, അവൾ സക്സസ്ഫുൾ ആണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. വി ഗോട്ട് ഇറ്റ് മെയ്ഡ്, ഞങ്ങൾ സക്സസ്ഫുള്ളാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ദേ ഗോട്ട് ഇറ്റ് മെയ്ഡ്, അവർ സക്സസ്ഫുള്ളാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. അതായത് ഹാവ് ഗോട്ട് അല്ലെങ്കിൽ ഹാസ് ഗോട്ട് ചേർത്ത് വരുന്ന ആ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും നിങ്ങൾ കേൾക്കുവാൻ കൂടുതലായിട്ടൊരു ചാൻസ് ഉള്ളത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഹാഡ് ഇറ്റ് മെയ്ഡ് ചേർത്ത് വെച്ച് നിങ്ങൾക്ക് സെൻറ്റൻസുകൾ കേൾക്കുവാൻ ചാൻസ് ഉണ്ട്. അതായത് ഷീ ഹാഡ് ഇറ്റ് മെയ്ഡ്, ഹി ഹാഡ് ഇറ്റ് മെയ്ഡ് എന്ന് വെച്ച് സെൻറ്റൻസുകൾ കേൾക്കുവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ആശയം ഇതാണ്, അതായത് പാസ്റ്റിൽ മുമ്പ് സക്സസ്ഫുൾ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹാഡ് ഇറ്റ് മെയ്ഡ് ചേർത്ത് വെച്ച് നമ്മൾ സംസാരിക്കാറുള്ളത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഞാൻ എക്സാമ്പിൾ സെൻറ്റൻസ് എടുക്കുന്നില്ല. നമ്മൾ ആ ഹാവ് ഇറ്റ് മെയ്ഡ് അല്ലെങ്കിൽ ഹാസ് ഇറ്റ് മെയ്ഡ് നമ്മൾ മറന്നു പോകും, ആ ഒരു ഫ്ലോ അങ്ങ് പോകും. അതായിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് കേൾക്കുവാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചിരിക്കുക. ഹാഡ് ഇറ്റ് മെയ്ഡ് വെച്ച് സെൻറ്റൻസുകൾ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ പാസ്റ്റിൽ സക്സസ്ഫുൾ ആയിരുന്നു എന്നൊരാശയമാണ് അതിനുള്ളത്. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഒരു 2 സെൻറ്റൻസുകൾ എടുത്ത് നമുക്ക് നിർത്താം. ഇഫ് യു ഫൈൻഡ് എ ഗുഡ് ജോബ് ദാറ്റ് പേയ്സ് വെൽ, യു വിൽ ഹാവ് ഇറ്റ് മെയ്ഡ്.
നിനക്ക് നല്ല സാലറി ഉള്ളൊരു ജോലി ലഭിക്കുകയാണെങ്കിൽ യു വിൽ ഹാവ് ഇറ്റ് മെയ്ഡ്, നീ സക്സസ്ഫുൾ ആകും എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. ഇത് ഫ്യൂച്ചർ ടെൻസിലെ ആശയമുള്ളൊരു സെൻറ്റൻസാണ്. അതായത് വിൽ ഹാവ് ഇറ്റ് മെയ്ഡ് ആണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചർ ടെൻസിൽ ആശയമുള്ള സെൻറ്റൻസുകൾ പറയുവാൻ വേണ്ടിയിട്ട് നമ്മൾ വിൽ ഹാവ് ഇറ്റ് മെയ്ഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇവിടെ യു അപ്പോസ്ട്രഫി ഡബിൾ എൽ ഇട്ടിരിക്കുന്നത് വില്ലാണ്. യു വിൽ ഹാവ് ഇറ്റ് മെയ്ഡ്, നീ സക്സസ്ഫുൾ ആകും എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. ഫ്യൂച്ചർ ടെൻസിലെ ആശയം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വിൽ ഹാവ് ഇറ്റ് മെയ്ഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം. ഇഫ് ഹീ കണ്ടിന്യൂസ് ടു വർക്ക് ഹാർഡ് ഹീ വിൽ ഹാവ് ഇറ്റ് മെയ്ഡ് ഇൻ ഹിസ് കാരിയർ. അവൻ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഹീ വിൽ ഹാവ് ഇറ്റ് മെയ്ഡ് ഇൻ ഹിസ് കാരിയർ, അവൻ്റെ കാരിയറിൽ സക്സസ്ഫുൾ ആകും എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ വിൽ ഹാവ് ഇറ്റ് മെയ്ഡ് ആണ് ഫ്യൂച്ചർ ടെൻസിൽ യൂസ് ചെയ്യുന്നത്. അത് ഓർത്ത് വെച്ചിരിക്കുക. പാസ്റ്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ഹാഡ് ഇറ്റ് മെയ്ഡ്. ഞാൻ സക്സസ്ഫുൾ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാഡ് ഇറ്റ് മെയ്ഡുമാണ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അതും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹാവ് ഇറ്റ് മെയ്ഡിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.